അവൻ തൻ്റെ ബുള്ളറ്റുമെടുത്ത് ഭ്രാന്തമായി റോഡിലൂടെ പാഞ്ഞു. കണ്ണ് നിറഞ്ഞൊഴുകിയതുകൊണ്ടും തലക്കുള്ളിൽ വല്ലാത്തൊരു ഭാരം തോന്നിയതുകൊണ്ടും തൊട്ടു മുന്നിൽ ഒരു ലോറി വരുന്നത് അഫ്സൽ കണ്ടില്ല. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ആ വലിയ ലോറി അഫ്സലിൻ്റെ ബുള്ളറ്റിലേക്ക് ഇടിച്ചു കയറി. അവൻ റോഡിലേക്ക് തെറിച്ചു വീണു. തലയിൽ നിന്നും ചോര ഒലിച്ചിറങ്ങി. അവൻ അബോധാവസ്ഥയിലായി. അതേസമയം ഫസി വീട്ടിലെത്തി റൂമിലിരിക്കുമ്പോഴാണ് താഴെ ഉമ്മറത്തിരുന്ന ഉപ്പയുടെ ഫോണിലേക്ക് അമീനയുടെ ഭർത്താവ് ഹാഷിമിൻ്റെ ഫോൺ കോൾ വരുന്നത്. ഫോൺ എടുത്ത ഉപ്പ കേട്ടത് നെഞ്ച് തകർക്കുന്ന ആ വാർത്തയായിരുന്നു. ഉപ്പ, അഫ്സലിന് വലിയൊരു ആക്സിഡന്റ് പറ്റി. അവനെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. നില വളരെ ഗുരുതരമാണ്. അത് കേട്ടതും ഉപ്പയുടെ കയ്യിൽ നിന്നും ആ ഫോൺ നിലത്ത് വീണു. ഉമ്മ ആ വാർത്ത കേട്ട് അലറിക്കരഞ്ഞു. ആ ശബ്ദം കേട്ടാണ് ഫസിയും അർഷിയും താഴേക്ക് ഓടി വന്നത്. കാര്യമറിഞ്ഞ ഫസി ഒരു ജീവനറ്റ ശവം പോലെ തറഞ്ഞു നിന്നുപോയി. അവൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായി. അപ്പോഴേക്കും ബീച്ചിൽ നിന്നും അമീനയും കരച്ചിൽ അഭിനയിച്ചെത്തിയിരുന്നു. അവിടെ വെച്ചും അവൾ തൻ്റെ ക്രൂരമായ നാടകം തുടർന്നു. അവൾ ഉമ്മയുടെ മുന്നിലേക്ക് വീണ് നിലവിളിച്ചുകൊണ്ട് ഫസിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എല്ലാം ഇവള് കാരണമാ. ഇവൾ ഈ വീട്ടിൽ കാലുകുത്തിയത് കൊണ്ടാ എൻ്റെ ഇക്കയ്ക്ക് ഈ ഗതി വന്നത്. ഇവളുടെ ഈ ശകുനപ്പിഴയാ ഇക്ക ഇന്ന് ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അമീനയുടെ ആ വിഷവാക്കുകൾ കേട്ട് ഫസി തല താഴ്ത്തി പൊട്ടിക്കരഞ്ഞു. ഉപ്പയും ഉമ്മയും ആകെ തകർന്നു പോയത് കൊണ്ട് അമീനയെ തടയാൻ ആർക്കും കഴിഞ്ഞില്ല. ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാനായി എല്ലാവരും വണ്ടിയിൽ കയറി. എന്നാൽ അമീനാന്റെ വാശി കാരണം ഫസിയെയും അർഷിയെയും കൂടെ കൂട്ടാതെ അവരെ അവിടെ തനിച്ചാക്കി വണ്ടി മുന്നോട്ടിടിപ്പിച്ചു. അഫ്സലിന്റെ മുഖം ഇനി ഫസി കാണരുതെന്ന കടും പിടുത്തത്തിലായിരുന്നു അമീന. തൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിടുമ്പോഴും അങ്ങോട്ട് പോകാൻ പോലും കഴിയാതെ കൂടെയുള്ളവർ തൻ്റെ നിർഭാഗ്യക്കേടാണ് എന്ന് മുദ്ര കുത്തിയപ്പോൾ ഫസി അർഷിയുടെ നെഞ്ചിലേക്ക് വീണ് ആകെ തകർന്ന് അലറിക്കരഞ്ഞു. അർഷി അവളെ ചേർത്ത് പിടിച്ച് കരയുമ്പോഴും അവൾ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ മഹർ തൻ്റെ മാറോട് ചേർത്ത് ഇക്കയ്ക്കൊന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അന്ന് രാത്രി ഉമ്മാനിയും ഉപ്പാനിയും അമീനയെയും ഹോസ്പിറ്റലിലാക്കി അമീനയുടെ ഭർത്താവ് ഹാഷിം ഹോസ്പിറ്റലിലേക്ക് വേണ്ട സാധനം എടുക്കാൻ വേണ്ടി വീണ്ടും വീട്ടിലേക്ക് വന്നു. വീടിനുള്ളിലേക്ക് കയറിയ ഹാഷിം കേട്ടത് ഫസിയുടെ മുറിയിൽ നിന്നും വരുന്ന ശബ്ദമാണ്. അവൻ പതുക്കെ അങ്ങോട്ട് ചെന്നു. അതാ റൂമിനുള്ളിൽ ഫസി അർഷിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നു. അമീനത്ത് പറഞ്ഞതെല്ലാം സത്യമായിരുന്നടി. ഇക്കയ്ക്ക് ഇപ്പോഴും ഫസിലെ തന്നെയാണ് ഇഷ്ടം. ആ ഫോട്ടോയും കത്തും ഞാൻ കണ്ടതാ. അതിനുശേഷമാണ് ഇക്കയ്ക്ക് ഈ അപകടം പറ്റിയത്. എല്ലാം എൻ്റെ തലവരെയാണോ അർഷി? ഫസി വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. അർഷി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ഫസിയെ, നീ കരയണ്ട. അമീന പറഞ്ഞതൊക്കെ കള്ളാണ്. ഫസീലാനെയും അമീലാനെയും കൂടി ബീച്ചിൽ വെച്ച് ഇക്ക കണ്ട കാര്യം മീര മിസ്സിനോട് ഇക്ക വിളിച്ച് പറഞ്ഞിരുന്നു. മിസ് എനിക്കിതപ്പോൾ കുറച്ചു മുന്നേ വിളിച്ചത്. ഫസീലയും അമീനയും ചേർന്ന് കളിച്ച കളിയാണിത്. നിന്നെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി. അമീനയുടെ കൊടും ചതികളെല്ലാം സ്വന്തം ചെവി കൊണ്ട് കേട്ട ഹാഷിമിൻ്റെ മനസ്സ് കനക്കുകയായിരുന്നു. തൻ്റെ ഭാര്യ ഇത്രയ്ക്കും ക്രൂര മനസ്സുള്ളവളാണോ എന്നൊരു നിമിഷം ഹാഷിം ചിന്തിച്ചു. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് ഇത്രയും ചെയ്തു കൂട്ടിയല്ലോ എന്നോർത്തപ്പോൾ അവന് സ്വന്തം തലക്കുള്ളിൽ വല്ലാത്തൊരു ഭാരം തോന്നി. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ച് സമയം കളയാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. ഹാഷിം വേഗം റൂമിലേക്ക് കയറി. അപ്രതീക്ഷിതമായി അവനെ മുന്നിൽ കണ്ടതും ഭയം കൊണ്ട് ഫസി അർഷിയുടെ പുറകിലേക്ക് മാറി നിന്നു. ഹാഷിം കാര്യങ്ങളെല്ലാം അറിഞ്ഞോ എന്ന പേടി അവളുടെ കണ്ണുകളിലുണ്ടായിരുന്നു. ഹാഷിം ഫസിയെ നോക്കി പതുക്കെ പറഞ്ഞു, ഫസി, അർഷി, നിങ്ങൾ രണ്ടുപേരും വേഗം റെഡിയാക്. നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഹാഷിമിൻ്റെ വാക്കുകൾ കേട്ട് ഫസി വിശ്വസിക്കാനാകാതെ നോക്കി. ഹാഷിമിക്ക, അമീന പറഞ്ഞതൊന്നും നീ ആലോചിച്ച് വിഷമിക്കേണ്ട ഫസി. നിനക്ക് അഫ്സലിനെ കാണാൻ എല്ലാ അവകാശവുമുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും ഇവിടെ തനിച്ചാക്കി പോയത് വലിയ തെറ്റാണ്. വേഗം വണ്ടിയിൽ കയറൂ. ഹാഷിമിൻ്റെ ശബ്ദത്തിലെ ആ ഉറപ്പും കരുതലും കണ്ടപ്പോൾ ഫസിക്ക് വല്ലാത്തൊരു ധൈര്യം തോന്നി. അവർ മൂവരും വേഗം വീട് പൂട്ടി ഹാഷിമിൻ്റെ കാറിൽ കയറി. അർദ്ധരാത്രിയിലെ വിജനമായ റോഡിലൂടെ കാർ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കി പാഞ്ഞു. കാറിനുള്ളിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. കാറിൻ്റെ വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഫസിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. മനസ്സിൽ 1000 ചിന്തകളായിരുന്നു. അമീന തന്നെ പറഞ്ഞ കുത്തുവാക്കും
ഷെൽഫിൽ നിന്നും കിട്ടിയ കത്തും തൊട്ടു മുന്നേ തൻ്റെ ഫോണിലേക്ക് വന്ന ഫോട്ടോയും. ഫസി ജനിച്ച അന്നു മുതൽ കേൾക്കുന്ന വാക്കാണ് ഉമ്മാനെയും ഉപ്പാനെയും കൊന്ന് ഭൂമിയിൽ വന്നവൾ. തൻ്റെ നിർഭാഗ്യം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് മുദ്ര കുത്തിയവൾ. ഇപ്പോൾ ഇതാ തൻ്റെ പ്രാണന് ജീവനു വേണ്ടി മല്ലടിക്കുന്നു. തൻ്റെ കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ ഒരിക്കലും ഫസിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇക്കാക്ക് എന്നോട് ദേഷ്യമായിരിക്കുമോ? ഞാൻ കാരണം ഇനി ഇക്കക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? ഓർക്കാൻ പോലും കഴിയാതെ അവൾ സീറ്റിലിരുന്ന് വിതുമ്പി. അർഷി അവളുടെ കൈകൾ മുറുക്കെ പിടിച്ച് ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. ഫ്രണ്ട് സീറ്റിലിരുന്ന് വണ്ടി ഓടിക്കുന്നതിനിടയിൽ കണ്ണാടിയിലൂടെ ഹാഷിം ഫസിയുടെ ആ സങ്കടം കാണുന്നുണ്ടായിരുന്നു. ഒരു തെറ്റും ചെയ്യാതെ വിധി വേട്ടയാടുന്ന പാവം പെൺകുട്ടി. അവളോട് തൻ്റെ ഭാര്യ ചെയ്ത ക്രൂരതയ്ക്ക് എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ഹാഷിമിന് അറിയില്ലായിരുന്നു. ഫസി, നീ കരയാതിരിക്ക്. അഫ്സലിനൊന്നും സംഭവിക്കില്ല. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അവൻ കണ്ണു തുറക്കും, തീർച്ച. ഹാഷിം വണ്ടി ഓടിക്കുന്നതിനിടയിൽ സ്നേഹത്തോടെ പറഞ്ഞു. ഹാഷിമിൻ്റെ ആ വാക്കുകൾ ഫസിക്ക് വലിയൊരു ആശ്വാസമായി. അർദ്ധരാത്രിയുടെ നിശബ്ദത കീറിമുറിച്ച് ഹാഷിമിൻ്റെ കാറിൽ ഫസിയും അർഷിയും ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞുകൊണ്ടിരുന്നു. ഇതേ സമയത്ത് ഹോസ്പിറ്റലിൻ്റെ ICUവിന് മുന്നിൽ വലിയൊരു വെപ്രാളത്തിലായിരുന്നു എല്ലാവരും. പെട്ടെന്ന് ICUവിൻ്റെ കതക് തുറന്ന നഴ്സ് പുറത്തേക്ക് വന്ന് വിളിച്ചു. അഫ്സലിൻ്റെ കൂടെയുള്ളവർ ആരാണ്? ഉമ്മയും ഉപ്പയും ഉള്ളിൽ കനലുമായി അവർ ICU ലക്ഷ്യമാക്കി മുന്നോട്ട് പാഞ്ഞു.